ചെളിയിൽ കുളിച്ച് കുറുമ്പ് കാട്ടി അരിക്കൊമ്പൻ. അരിക്കൊമ്പൻ പ്രേമികൾക്ക് ഇതാ സന്തോഷ വാർത്ത. അരിക്കൊമ്പന്റെ ഏറ്റവും പുതിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട തമിഴ്നാട് വകുപ്പ്. അരിക്കൊമ്പന് ഇപ്പോൾ അരിയും വേണ്ട, നാട്ടിലിറങ്ങുകയും വേണ്ട. പകരം പുല്ല് തിന്നും ആനക്കൂട്ടത്തിന് അടുത്തെത്തിയും കൊമ്പൻ ആറാടുകയാണ്. അരിക്കൊമ്പന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അത് മറ്റ് ആനക്കൂട്ടങ്ങൾക്കൊപ്പം ചേർന്നിട്ടുണ്ടെന്നും തമിഴ്നാട് അറിയിച്ചതായി വനം വകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ വിശദീകരണം. ആന ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം സംബന്ധിച്ച് പെരിയാറിലുള്ള സാറ്റലൈറ്റ് നിരീക്ഷണ സംവിധാനം വഴി കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനകളുമായി ബന്ധപ്പെട്ടുണ്ടായ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിരുന്നു അടിയന്തര ഉന്നതതല യോഗം. തൃശൂർ ചേലക്കരയിൽ കാട്ടാന കൊല്ലപ്പെട്ടതും ആനക്കൊമ്പിന്റെ ഭാഗം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് എടുത്തിട്ടുള്ള കേസിൽ ശക്തമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി A.K. ശശീന്ദ്രൻ അറിയിച്ചു. കോതയാർ വനമേഖലയിൽ കഴിയുന്ന അരിക്കൊമ്പൻ നിലവിൽ മറ്റ് ആനക്കൂട്ടങ്ങളോടൊപ്പം ചേർന്നിട്ടില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പെരുമന പറഞ്ഞത്. തമിഴ്നാട് വനം വകുപ്പിനെ ഉദ്ധരിച്ച അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ആനയുടെ പുതിയ വിവരങ്ങൾ പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു. അരിക്കൊമ്പൻ കളക്കാട് മുണ്ടന്തുറൈ ടൈഗർ റിസർവിൽ മുതുകുടി കോതയാർ ഭാഗത്ത് ആരോഗ്യവാനായി വിഹരിക്കുകയാണെന്നും തുമ്പിക്കൈയിലെ മുറിവ് പൂർണ്ണമായും ഉണങ്ങിയെന്നും വനം വകുപ്പിൽ നിന്ന് അനൌദ്യോഗികമായി ലഭിച്ച വിവരങ്ങളാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വൃഷ്ടിപ്രദേശത്ത് നിന്നും കാട്ടിലേക്ക് കയറുന്ന ആന നിലവിൽ മറ്റ് ആനക്കൂട്ടങ്ങളോടൊപ്പം ചേർന്നിട്ടില്ല. 3 പ്രാവശ്യം ക്യാമറ ട്രാപ്പിൽ മറ്റ് ആനകളോടൊപ്പം കണ്ടെന്നുള്ളത് വനം വകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആനയുടെ ആരോഗ്യവും നിലവിലെ വിവരങ്ങളും ഉൾപ്പെടുന്ന വിശദ റിപ്പോർട്ട് വകുപ്പ് സെക്രട്ടറിക്കും ഹൈക്കോടതിക്കും കൈമാറുമെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ശ്രീജിത്ത് പെരുമന പറയുന്നു. അരിക്കൊമ്പന്റെ തുമ്പിക്കൈയിലെ മുറിവ് പൂർണ്ണമായും ഉണങ്ങിയെന്ന് ഫീൽഡ് മെഡിക്കൽ ഓഫീസർമാർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇതൊരു സീക്രട്ട് ഓപ്പറേഷനായതിനാൽ ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് പരിമിതികളുണ്ട് എന്ന് കളക്കാട് RF പറഞ്ഞു. എന്നാൽ ആന പൂർണ്ണ ആരോഗ്യവാനാണെന്നും പ്രദേശത്തോട് ഇണങ്ങാൻ സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയതായും ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. അരിക്കൊമ്പനെ ഒരു സാഹചര്യത്തിലും കൂട്ടിലടക്കില്ല എന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞതായും ശ്രീജിത്ത് പെരുമന വ്യക്തമാക്കി. മലയാളികളുടെ ആശങ്ക മനസ്സിലാക്കുന്നുണ്ട്. ആന മലയാളികൾക്ക് എത്ര പ്രിയപ്പെട്ടതാണോ അതിനേക്കാൾ തമിഴ്നാട് വനംവകുപ്പിന് പ്രിയപ്പെട്ടതാണ്. ഒരു സാഹചര്യത്തിലും പിടിച്ച് കൂട്ടിലടക്കില്ല എന്നും ആനയെ ഫീൽഡിൽ നിരീക്ഷിക്കുന്നതിന് നേതൃത്വം നൽകുന്ന RFO അറിയിച്ചു. ഇങ്ങനെയാണ് ശ്രീജിത്ത് പെരുമന കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത്. അതേസമയം PT7 എന്ന ആനയെ പിടികൂടുന്ന സമയത്ത് തന്നെ കാഴ്ചയുടെ മങ്ങൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന് ചീഫ് വെറ്ററിനറി സർജൻ അരുൺ സക്കറിയ യോഗത്തിൽ അറിയിച്ചു. പിടികൂടിയ സമയം ആന അക്രമാസക്തമായതിനാലും പിന്നീട് കൂട്ടിലാക്കേണ്ടി വന്നതിനാലും അന്ന് കൃത്യമായ ചികിത്സ നൽകാൻ സാധിക്കുമായിരുന്നില്ല. പിടികൂടി ഒരാഴ്ചയ്ക്കകം തന്നെ ആന്റിബയോട്ടിക്കും കണ്ണിലുള്ള തുള്ളിമരുന്നുകളും നൽകി. കോർണിയെ തെളിഞ്ഞിട്ടുണ്ടെന്നാൽ ലെൻസിന് തെളിച്ചം വന്നിട്ടില്ല. ആനയെ കിടത്തി ഓഫ്താൽമിക് പരിശോധനകൾ നടത്തി തുടർ ചികിത്സ നൽകണം. എന്നാൽ ആനയുടെ തുടർ ജീവിതത്തിന് ഈ പ്രശ്നം തടസ്സമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ ആനകളെ ഗുജറാത്തിലേക്ക് കടത്താൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ഇതിന് സർക്കാർ കൂട്ടുനിൽക്കുന്നതുമായുള്ള ചില വാർത്തകൾ തെറ്റാണ്. ഇതുവരെ ഒരാൾക്കും ആനയെ കൊണ്ടുപോകുന്നതിന് അനുവാദം നൽകിയിട്ടില്ല. ആനകൾക്കുള്ള വിദഗ്ധ ചികിത്സ കേരളത്തിൽ തന്നെ ലഭ്യമാണെന്നും അതിന് മറ്റ് സംസ്ഥാനത്തേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നും യോഗം വിലയിരുത്തി. വാളയാറിൽ കൂട്ടം തെറ്റി വന്ന കുട്ടിയാന ആരോഗ്യവാനാണ്. ഇതിനെ നിരീക്ഷിക്കുന്നതിനായി ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും യോഗത്തിൽ വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.